കുറച്ച് ട്യൂട്ടോറിയൽ നോട്ടുകളുണ്ട്, അത് നോക്കാം. എന്താ ട്യൂട്ടോറിയൽ നോട്ടുകൾ പറയുന്നത് ശ്രദ്ധിക്കും. ഫസ്റ്റ് വൺ എന്താ, നോട്ടിലുണ്ടല്ലോ, അതിൽ നോക്കിയാൽ മതി. ഇനി ക്ലിയർ ആവുന്നില്ലെങ്കിൽ വായിച്ചോ. എന്താ പറഞ്ഞത്? ഐറ്റം ഓഫ് ഫൈനാൻഷ്യൽ നാച്ചർ ലൈക്ക് ഏതാണ്? ഇൻകം ടാക്സ്, ഡിസ്കൗണ്ട്. ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഡൊണേഷൻ, ഡിവിഡൻഡ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ട്രാൻസ്ഫർ ടു റിസർവ് എക്സെട്ര ആർ ഇഗ്നോർഡ് വൈൽ പ്രിപ്പയറിംഗ് കോസ്റ്റ് ഷീറ്റ് ഓർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ട, ഓർ പ്രൊഡക്ഷൻ അക്കൗണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ കുറേ പേരുകളുണ്ട് അല്ലേ. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് എന്ന് മാത്രമല്ല, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, പ്രൊഡക്ഷൻ അക്കൗണ്ട് പറയാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ അല്ലേ? ട്രേഡ് ഡിസ്കൗണ്ട് ഫ്രം സെയിൽസ് ടു അറൈവ് നെറ്റ് സെയിൽസ്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സെയിൽസ് കണ്ടില്ലേ, ഇതിൽ പറയാണ് ഒരു 10% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ 1,50,000 ഉണ്ടാവില്ലല്ലോ, 1,35,000 ആവുള്ളൂ. 10,000 കുറയ്ക്കണ്ടേ, അത്രേ ഉള്ളൂ. അത് ഏത് ഡിസ്കൗണ്ട്? ട്രേഡ്. അപ്പോൾ അടുത്ത ചോദ്യം, സാർ എന്തിനാ ഇത്തരം എക്സ്പെൻസുകളൊന്നും കോസ്റ്റ് ഷീറ്റിൽ എടുക്കാതിരിക്കുന്നത് എന്നല്ലേ? അല്ലേ? അപ്പോൾ ഞാനൊരു ലോജിക്ക് പറയട്ടെ. ഞാനൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നത് എത്രയാണ്? അപ്പോൾ ഞാൻ നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്നതാണ്, 30 റുപ്യ വന്നു ടോട്ടൽ കോസ്റ്റ്. ഓക്കെ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പൂര കമ്മിറ്റി അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി വന്നിട്ട് എന്ത് ചെയ്ത് ഡൊണേഷൻ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു ഡൊണേഷൻ കൊടുത്തു. ആ ഡൊണേഷൻ്റെ പൈസ ഞാനൊരു 30 റുപ്യ ഉണ്ട്, അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത്. എന്നിട്ട് എത്ര റുപ്യ പറഞ്ഞു? 60 റുപ്യ. ഒരു 40 റുപ്യ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് 100 റുപ്യക്ക് വിൽക്കാൻ പറ്റുമോ? മാടിത്തരല്ലേ? പറ്റില്ലല്ലോ. ഡൊണേഷനും മറ്റോ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, പക്ഷെ അതൊന്നും എന്ത് ചെയ്യരുത്? പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യരുത്? ചാർജ് ചെയ്യരുത്. ഓക്കെയാണോ? യെസ്. അപ്പോൾ ഈ കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. കണ്ടാൽ ഏതൊക്കെയുള്ളത് ഒന്നുകൂടെ പറഞ്ഞു. ഇൻകം ടാക്സ്, ക്യാഷ് ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഡൊണേഷൻ, ഡിവിഡൻഡ്, പ്രിലിമിനറി എക്സ്പെൻസ് അല്ലെങ്കിൽ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ട്രാൻസ്ഫർ ടു റിസർവ് എക്സെട്ര. ഇതൊന്നും എന്ത് എടുക്കാൻ പറ്റില്ല? കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നു. ഓക്കെ, യു ഹാവ് ടു വർക്ക് ഔട്ട്. ക്ലിയർ? കോസ്റ്റ് ഷീറ്റിൽ ഉൾക്കൊള്ളാത്ത ഐറ്റം പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? മുകളിൽ പറഞ്ഞതിൻ്റെ നോട്ടുമായി ബന്ധപ്പെട്ട വായിച്ചു നോക്കുക. ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാത്തതിൻ്റെ കാരണം എന്താ? ഇത് ഫിനാൻഷ്യൽ ഐറ്റമാണ്. ഞാൻ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡൊണേഷൻ ഡെബിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കും, പക്ഷെ കോസ്റ്റ് ഷീറ്റിൽ എന്ത് ചെയ്യില്ല? എടുക്കില്ല. ഓക്കെയാണോ? ഡിവിഡൻഡ് ഓൺ ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ വായിക്കേ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചർ, ക്യാപിറ്റൽ ലോസ് ഔട്ട് ഓഫ് സെയിൽസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഡിബഞ്ചർ ഓർ ബാങ്ക് ഇൻട്രസ്റ്റ്, ഡൊണേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ ഒരു അസറ്റ് മേടിച്ചാണ്. അസറ്റ് മേടിച്ചെടുക്കില്ലല്ലോ. അസറ്റ് മേടിച്ചിട്ട് ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ അല്ല എക്സ്പെൻസ് എടുക്കാൻ പറ്റുള്ളൂ. അടുത്തേതാ? കമ്മീഷൻ ടു മാനേജിംഗ് ഡയറക്ടർ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ ആൻഡ് പ്രിലിമിനറി എക്സ്പെൻസ്, റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ്. റിസർവ് ഉദ്ദേശിച്ച് പ്രൊവിഷനാണ് കേട്ടോ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. റിസർവ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് നല്ല ഏതാണ്? പ്രൊവിഷൻ എന്ന് പറയുന്നത്. അടുത്തേതാണ്? ട്രാൻസ്ഫർ ടു ഓൾ റിസർവ്, ഷെയർ പ്രീമിയം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ് ഓഫ് പ്രൊപ്പറേറ്റർ, ഓൾ പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ഓണേഴ്സ്. ഈ മാഷ് ഇതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്ന് പറയരുത്. ഒക്കെ കുറേ കാര്യമായിട്ട് പറയേണ്ട ചില പോയിന്റുകളൊക്കെ ഉണ്ട്. ഫണ്ട് റൈറ്റിംഗ് കമ്മീഷൻ എന്താണെന്നൊക്കെ പറഞ്ഞാൽ സമയം എടുക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ വായിക്കുക, ഡൗട്ടുള്ള എന്ത് ചെയ്യുക? ChatGPT ഗൂഗിളോ നോക്കുക, മനസ്സിലാക്കാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, ദാറ്റ്സ്. കോസ്റ്റ് ഷീറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ പോവാം. ഓക്കെ അല്ലേ? ക്ലിയർ? നോട്ട് ഏതാ? ഏതാ? 7. എഴുതിക്കോ, നോട്ട് 7. 1 മണി 1:30 ഞാൻ ബ്രേക്ക് ചെയ്തത്. 1 മണി. ഓക്കെ, നോട്ട് ഏതാ? 7. പറയട്ടെ, ഹെഡിങ് എഴുതാം. കോസ്റ്റ് ഷീറ്റാണ് പഠിക്കുന്നത്. വിത്ത് സ്റ്റോക്ക്
അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതാണ് ഹെഡ്. കോസ്റ്റ് ഷീറ്റ് വിത്ത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. സ്റ്റോക്കിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഒരു ടേബിൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ എന്താണ് വുഡ്, അതിന് നമ്മളെന്താ പറയുക, റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ ഓപ്പണിങ്ങും ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും, ക്ലോസിങ്ങും ഉണ്ടാവും. അപ്പോൾ 2 കോമ്പണൻറ്റ് കിട്ടി, ഓപ്പണിങ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പിന്നെ അതാ ക്ലിയർ. അടുത്ത് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഏതാ, ടേബിൾ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ എന്താ വർക്ക് ഇൻ പ്രോഗ്രസ്. അതിനും എന്തുണ്ടാവും, ഓപ്പണിംഗ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും, ക്ലോസിങ് ഉണ്ടാവും. അപ്പോൾ 4 ഒന്ന് ഏതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ അടുത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ. ഇനി അടുത്ത ഏതാണ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അതിൻ്റെ എന്തുണ്ടാവും, ഓപ്പണിംഗ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും, ക്ലോസിങ് ഉണ്ടാവും. ഈ 6 ഐറ്റം നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ടൈമിൽ എന്ത് ചെയ്യണം, കയറ്റി ആഡും ലെസ്സും ചെയ്യാൻ പോകണം. ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഷീറ്റാണ് വരയ്ക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ആദ്യമൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾ പഠിച്ചെഴുതാൻ എളുപ്പമായി. മെറ്റീരിയൽ പ്രൈം കോസ്റ്റ് വരെ ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നല്ലേ ഏതൊക്കെയാണ് പറഞ്ഞ്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് ആഡ് ഏതാ, ഫാക്ടറി ഓവർ ഹെഡ് സ്റ്റോപ്പ് ദർ. ഓക്കെ അല്ലേ? അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഏത് ആഡ് ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ഏതാ, വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഇത് വർക്ക് കോസ്റ്റ്. ഡൗട്ട് ഉണ്ടോ? വർക്ക് കോസ്റ്റ് സാധാരണ എപ്പോഴാണ് കിട്ടുക, പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവറുടെ ആഡ് ചെയ്താൽ കിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ ഒരു സാധനം ആഡ് ലെസ് ചെയ്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഏതാ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ലെസ് ഏതാ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ കിട്ടുന്നതാണ് ഏത്, വർക്ക് കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ഏതാ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ എന്ത് കിട്ടും, വർക്ക് കോസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്നിൻ്റെ കാര്യം തീരുമാനമായില്ലേ. ഇനി റോ മെറ്റീരിയൽ ഏതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഫസ്റ്റ്. മെറ്റീരിയൽ കൺസ്യൂംഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ കൺസ്യൂംഡ്. ഞാൻ എഴുതാം, ഡയറക്റ്റ് മെറ്റീരിയൽ മീൻസ് ഏതാണ്, മെറ്റീരിയൽ കൺസ്യൂംഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, എത്ര രൂപയുടെ, 10,000 രൂപയുടെ. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തു, എന്താ പർച്ചേസ് ചെയ്തത്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. എത്രയാണ്, 50,000 രൂപയുടെ. അപ്പോൾ ടോട്ടൽ എത്ര റോ മെറ്റീരിയൽ ഉണ്ട്, 60,000. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ സ്റ്റിൽ എത്രയുണ്ട്, ഒരു 20,000 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര രൂപയുടെ മെറ്റീരിയലാണ് ഉപയോഗിച്ചത്, 40,000. ശരിക്കും കോസ്റ്റ് എടുക്കുമ്പോൾ 40,000 എടുക്കേണ്ട, അല്ലാതെ നിങ്ങൾ മേടിച്ച് വെച്ച് മൊത്തം എടുക്കാൻ പറ്റുമോ, യൂസ് ചെയ്തല്ലേ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവട്ടെ, മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കാണാൻ ഞാൻ പറയും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ പർച്ചേസിൻ്റെ കൂടെ എക്സ്പെൻസ് ഓൺ പർച്ചേസും കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഏതും കൂടെ ആഡ് ചെയ്യാം, എക്സ്പെൻസ് ഓൺ പർച്ചേസും കൂടെ ആഡ് ചെയ്യാം. ആഡ് ഏതാ, എക്സ്പെൻസ് ഓൺ പർച്ചേസ്, എക്സ്പെൻസ് ഓൺ പർച്ചേസ് 10,000. ആ സാധനം കൊണ്ടുവരാൻ ലോറിയുടെ പൈസ കൊടുക്കണ്ടേ, കാരേജ് ഇൻവേർഡ്, അതൊരു എക്സ്പെൻസ് ഓൺ പർച്ചേസാണ്. എന്നിട്ട് ലെസ് ചെയ്യണം ഏതാ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇനി റിട്ടേൺ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ബേസിക് ആയിട്ടുള്ളത് പഠിക്കാം. ഓക്കെ, എത്ര എമൗണ്ട്, 20,000. അപ്പോൾ എത്ര വരും, 50,000 വരും. ഓക്കെ ആണോ? ഈ 80 ഒരുമിച്ച് വന്ന് കാര്യമാക്കണ്ട, ഇങ്ങനെ വന്നതാ. ഓക്കെ ആണോ? യെസ്. ഈ പർച്ചേസ് തന്നെയാണ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആവണമെന്ന് വിചാരിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒക്കെ ഇതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ. ഓക്കെ അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂഡ്. മനസ്സിലായ? അങ്ങനെ പറഞ്ഞാൽ എന്താ, ഗോഡൗണിൽ സാധനം വെച്ചിട്ടുണ്ടാവില്ലേ, ആ ഗോഡൗണിൽ നിന്ന് പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്ത് എത്ര മാത്രമേ ഉള്ളൂ, 50,000. ഇനി 50,000 ഇഷ്യൂ ചെയ്തിരുന്ന ഒരു 5,000 ചിലപ്പോൾ തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നൂടെ, കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്ത്. അപ്പോൾ ഈ 45 ആവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ആ റിട്ടേൺ വന്നവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലെസ് ചെയ്യേണ്ടി. എത്രയാണോ നിങ്ങൾ
ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡയറക്റ്റ് മെറ്റീരിയലായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തേതാ? അപ്പോൾ കഴിഞ്ഞ് ഡയറക്റ്റ് മെറ്റീരിയൽ കഴിഞ്ഞാൽ എഴുതാ ഡയറക്റ്റ് ലേബർ, പിന്നെ ഏതാ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. അല്ലടാ, പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് അപ്പം തന്നെ എന്തു ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഏതാ വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് പറ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പം കിട്ടുന്നതാണ് ഇത് വർക്ക് കോസ്റ്റ്. ഓക്കെ അല്ലേ? എമൗണ്ട് ഞാൻ എഴുതുന്നില്ല. ക്ലിയർ? ആഡ്. ഇനി അടുത്തേതാ? സാധാരണ സാധനം ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അപ്പം എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? ഇനിയാണ് നിങ്ങൾ ആഡ് ഏത്? ഫിനിഷ്ഡ് ഗുഡ്സ്. ആഡ് ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം കിട്ടുന്നതിൻ്റെ പേര് ഒന്ന് നോട്ട് ചെയ്യണം. പുതിയ സാധനം വരും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ട് പുതിയ സാധനം വരും. നമ്മൾ CGS പണ്ട് പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? യെസ്, ആ സാധനം തന്നെ. അത് ഫിനാൻഷ്യലാണ്. ഇതേതാണ്? കോസ്റ്റിംഗ് ആണ്. ക്ലിയർ? ഇതിൻ്റെ പേരെന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനത്തിൻ്റെ എന്ത്? കോസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ വിൽക്കാത്തവർക്ക് മൈനസ് ചെയ്യുന്നില്ലേ? ഓക്കെ അല്ലേ? വിൽക്കാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൂടെ ഇട്ടിട്ട് തിരിച്ച് വരാം. അപ്പോൾ അങ്ങനെ പറയാം. ഡയറക്റ്റ് ലേബർ എത്ര? 10,000. ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര? 20,000. അപ്പോൾ 80,000 അല്ലേ? ഓക്കെ. ഫാക്ടറി ഓവർഹെഡ് ഒരു 10,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000. അപ്പോൾ എത്രയായി? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഒരു 10,000. അപ്പോൾ 20ഉം 1,10,000 അല്ലടാ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒരു 5,000. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 1,15,000. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ലോജിക്ക് എന്താ? നമ്മളിപ്പോൾ നിലവിൽ ഏകദേശം ഒരു എക്സാമ്പിൾ പറയണം. മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയെന്ന് വിചാരിക്കാം. നമ്മൾ 1000 മൊബൈൽ ഉണ്ടാക്കാൻ എത്ര രൂപ വന്നു? 1,15,000. 1000 പെർഫെക്റ്റ് മൊബൈലാണ്, ഫിനിഷ്ഡ് ഗുഡ്സാണ്. ഓക്കെയാണോ? പക്ഷെ അതിന് വിൽക്കാനുള്ള പൈസ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടില്ല? സെയിൽസ് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിങ്ങനെ പെർഫെക്റ്റ് മൊബൈലാക്കിയത് അതാണ്. അതിൽ ഞാൻ പറയണം, നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്താണോ ഈ മൊത്തം 1000 മൊബൈൽ? അല്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ കൊല്ലം പാതി പണിത് വെച്ച മൊബൈൽ വർക്കിംഗ് പ്രോസസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം നമ്മൾ പാതി പണിത് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് ചെയ്ത് എത്രയേ ഉള്ളൂ? 1000 ഉള്ളൂ. മനസ്സിലാവോ? എന്നാൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫിനിഷ് ചെയ്ത് വിൽക്കാതെ വെച്ചാൽ എത്ര ഫോണുണ്ട്? ഒരു 500 ഫോണുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര ഫോൺ അവൈലബിളാണ്? 1500. ആ കഴിഞ്ഞ കൊല്ലം ഈ 500 ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 20,000 രൂപ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെയാണോ? ക്ലിയർ? ഇനി നമ്മൾ ഇപ്പോൾ ഈ 1500 ഫോണിൽ മൊത്തം വിൽക്കാൻ പോകുന്നുണ്ടാ? ഇല്ല. ഒരു 100 ഫോൺ നമ്മൾ വിൽക്കുന്നില്ല. അപ്പം നമ്മൾ വിറ്റ ഫോൺ എത്രയുള്ളൂ? 1400. അപ്പോൾ ഈ 100 ഫോണിൻ്റെ ഒരു എമൗണ്ട്. ഓക്കെ അല്ലേ? ഈ എമൗണ്ട് നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് കാണുക? ഏതാണ്? ഇതവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. 100 ഫോണിൻ്റെ എമൗണ്ട് എങ്ങനെ കാണാം? കോമൺ സെൻസ്. 1000 ഫോൺ 1,15,000 ആണെങ്കിൽ 100 ഫോൺ എങ്ങനെ കാണാം? 1,15,000. 1000 ഫോണിനല്ലേ? അപ്പോൾ ഒരു ഫോണിൻ്റെ പൈസ കിട്ടിയില്ല. ഡിവൈഡ് ചെയ്തപ്പോൾ ഇൻറ്റു 100 എത്ര വരും? 11,500. ഓക്കെ അല്ലേ? ലെസ് ചെയ്യും. ആഡും ലെസ്സും ചെയ്ത് എന്താ ചെയ്യേണ്ടത്? 1,15,000 കൂടി 20,000 ആഡ് ചെയ്യുക അല്ലെ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് 11,500 ലെസ് ചെയ്തിട്ട് എത്ര വരും? 1,20,000. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ ചോദ്യം, എത്ര ഫോണിനുള്ളതാ 1,23,500? 1,400 ഫോണുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. നമ്മൾ ഇക്കൊല്ലം ഫിനിഷ് ചെയ്ത ഫോണുകൾ എത്ര?
1000. അതിന് ഒരെണ്ണം ഉണ്ടാക്കാൻ, അതിന് ടോട്ടൽ 1000 ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് വന്നു? 1,15,000. അതിൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള 500 എന്തുണ്ട്, ഫോണുണ്ട്. അതിന് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റ് എത്ര വന്നുള്ളത്? 20,000. ഇക്കൊല്ലത്തെ കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യണ്ട, കണക്ട് ചെയ്യണ്ട. അത് ചിലപ്പോൾ കൂടാം കുറയാം, കോസ്റ്റ് ഇങ്ങനെ മാറി വരില്ലേ. അടുത്തത്, അപ്പോൾ ഈ 1000 പിന്നെ 1500 കൂടെ ടോട്ടൽ ചെയ്ത് 500 കൂടെ ടോട്ടൽ ചെയ്ത് അപ്പോൾ എത്ര ഫോണുണ്ട്? 1500 ഫോണുണ്ട്. ആ 1500 ഫോണിൽ നിന്ന് 100 ഫോൺ എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. മാർക്കറ്റിൽ 1400 ഫോണിന് ആളുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ വെക്കും. അപ്പോൾ ആ 100 ഫോണിൻ്റെ കോസ്റ്റ് എങ്ങനെ കാണാം? എങ്ങനെയാ? ഇതിന് ഇക്വേഷൻ ആക്കട്ടെ. എന്താ ഇക്വേഷൻ? 1,15,000 എന്താ മക്കളെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇക്വേഷൻ എഴുതട്ടാ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് കാണാനുള്ള ഇക്വേഷനാ? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു, അല്ലേ? എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു പറയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? യൂണിറ്റ് മാനുഫാക്ചേർഡ്. എത്ര യൂണിറ്റ് ഉണ്ടാക്കി? 1000 ഇൻറ്റു യൂണിറ്റ് ഏതാ? അൺസോൾഡ്, വിൽക്കാതെ കിടക്കുന്ന എത്ര യൂണിറ്റാ? 100. അപ്പോൾ ഇക്വേഷൻ പഠിച്ചില്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ഉള്ള ഇക്വേഷൻ പറയും ഏതാ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ് മാനുഫാക്ചേർഡ് ഇൻറ്റു യൂണിറ്റ് അൺസോൾഡ്. കംഫർട്ടബിൾ? ഓക്കെ അല്ലേ? പോട്ടെ. അപ്പോൾ 1400 ഇതിൻ്റെ പേര് ഇതല്ലാതെ പിന്നെ എന്താ പറയുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ്. 1500 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ? അല്ല. 1500 ഏതാണ്? 1000 ഏതാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ ഈ 500 1500 പറയുമ്പോൾ രണ്ടും കൂടെ ടോട്ടൽ ഇപ്പോൾ 1500 ഫോൺ ഉണ്ട്. പക്ഷേ വിറ്റിട്ടില്ല, 100 വിൽക്കാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിറ്റ എത്ര ഉള്ളൂ? 1400. ആ 1400 വേണ്ട കോസ്റ്റാണ് 1,23,500. ഓക്കെ അല്ലേ? ഇനിയാണ് ഏത് കോസ്റ്റ് ഇനി ആഡ് ചെയ്യേണ്ടത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കോമൺ സെൻസ് അപ്ലൈഡാ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴല്ലേ ആഡ് ചെയ്യുക. 1500 ഫോണിനും സെല്ലിംഗ് ചിലവ് വരുമോ? സെയിൽ ചെയ്യുന്നതിനല്ലേ വരുള്ളൂ. അപ്പോൾ എത്ര ഫോണാണ് സെയിൽ ചെയ്യുന്നത്? 1400. അതുകൊണ്ടാണ് ഇതിന് മുൻപ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ട് ഫോർ എത്ര യൂണിറ്റിനാ? 1400. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ് 1400 ഒരെണ്ണം വിൽക്കാൻ 10 റുപ്യ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര വരും? 14,000. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് 10 പെർ യൂണിറ്റിന്നേ തരുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, എത്ര യൂണിറ്റാണ് വിറ്റത് അതിനെ കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയത് 1500 അല്ലേ? 1500 ഇൻറ്റു 10 അടിക്കാൻ പറ്റുമോ? ഇല്ല, നെവർ. ഉണ്ടാക്കിയതിനെ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഒക്കെ കൂടെ ടോട്ടൽ ചെയ്താൽ എന്തായി? കോസ്റ്റ് ഓഫ് സെയിൽസ് ആയി. പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ ഏതാ? ടോട്ടൽ കോസ്റ്റ് എന്ത് ആഡ് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഒന്നുകൂടെ ഇലാബറേറ്റഡ് ആവാനുള്ള കാരണം ആര് വന്നതാ? റോ മെറ്റീരിയൽ വന്നു അല്ലേ? പിന്നെന്ത് വന്നു? വർക്ക് ഇൻ പ്രോഗ്രസ് വന്നു. പിന്നെ ഇത് വന്നു? ഫിനിഷ്ഡ്. പ്രാക്ടിക്കലി ഇത് ഉണ്ടാവില്ലേ? അല്ലാതെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എന്നിട്ട് ഫുൾ ഫിനിഷ് ചെയ്ത് ഫുള്ള് മുക്കോ? വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഓക്കെ അല്ലേ? നിങ്ങൾ എത്രയാണ് മേടിച്ചത് മൊത്തം ഉപയോഗിക്കും, എന്നിട്ട് നിങ്ങൾ ഫുള്ള് ഫിനിഷ്ഡ് ആക്കും. അതിൻ്റെ ഇടയിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നും പറയില്ല. ഫിനിഷ്ഡ് ആക്കിയാൽ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും? വിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യാതൊരു കാര്യമില്ല. പ്രാക്ടിക്കലി അങ്ങനെ പോസിബിൾ ആവില്ലല്ലോ. എല്ലാ സ്ഥാപനങ്ങളിലും എന്തുണ്ടാവും? റോ മെറ്റീരിയൽ ബാക്കി വരും, ഫിനിഷ്ഡ് ഗുഡ്സ് ബാക്കി വരും, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് വരും? ബാക്കി വരും. ഓക്കെ, ഇപ്രാവശ്യത്തെ ക്ലോസിംഗ് ആണ് അടുത്ത വർഷത്തെ എന്തായി മാറുക? ഓപ്പണിംഗ് ആയി മാറുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ഈ 500 ഫോണില്ലേ, ഇതെങ്ങനെ ഓപ്പണിംഗ് വന്ന്? കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫോൺ ഉണ്ടാക്കിയപ്പോൾ 500 വിറ്റില്ല. ആ ഫോണാണ് ഈ ഫോൺ. ഇക്കൊല്ലം ഉണ്ടാക്കിയ 1000, കഴിഞ്ഞ കൊല്ലം വിൽക്കാത്ത 500. അങ്ങനെ ടോട്ടൽ എത്ര വന്ന്? 1500. 100 ഫോൺ നമ്മളിവിടെ വെച്ചെന്ന് പറയുമ്പോൾ അത് ഏതിൽ നിന്നാ? ഇക്കൊല്ലം ഉണ്ടാക്കിയ 1000 നിന്നാവോ കഴിഞ്ഞ കൊല്ലത്തെ 500 നിന്നാവോ? ഇക്കൊല്ലത്തെ. കോമൺ സെൻസ് അങ്ങനെയല്ലേ? ഇക്കൊല്ലം ഉണ്ടാക്കിയ സാധനമല്ലേ നമ്മൾ വെക്കുള്ളൂ. മറ്റേ വീണ്ടും വെച്ചാൽ ഇങ്ങനെ 4-5 കൊല്ലം കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് നാശമായി പോകില്ലേ? കേടുവരില്ലേ? അപ്പോൾ പഴയത് എന്ത് ചെയ്യുക? ആദ്യം തന്നെ വിൽക്കുക. അതിനെ പറയുന്നതാണ് ഫിഫോ. എന്താ പറയുക? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം ഉണ്ടാക്കിയത് ആദ്യം വിൽക്കുക. ഫിഫോ. ഓക്കെ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിക്കും ഫിഫോ. ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് വാട്ട് ഈസ് ഏതാ? കോസ്റ്റ് ഷീറ്റ് വിത്ത് ഏതാണ്? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്ന് പഠിച്ചു നോക്കി, എല്ലാവരും പഠിക്കും. ആദ്യം ഏതാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമർ എങ്ങനെ പറയാൻ പറ?
ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ എന്ത് കിട്ടും? മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അതിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ. അടുത്തേതാ? ഡയറക്റ്റ് ലേബർ. റെസ്പോണ്ട് ചെയ്യണം. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ്. എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ്. ഒപ്പം തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ആഡ് ക്ലോസിംഗ് ലെസ്. അപ്പോഴാണ് എന്ത് കിട്ടുള്ളൂ? വർക്ക് കോസ്റ്റ് കിട്ടുള്ളൂ. ജസ്റ്റ് എന്ത് ആഡ് ചെയ്യുക? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നോർമലി നമ്മൾ സെല്ലിംഗ് എല്ലാം ആഡ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ആര് വരും? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് സോറി ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ കിട്ടുന്നതിൻ്റെ പേരെന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പഠിച്ചു വെക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്നിട്ട് എന്ത് ആഡ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ്. രണ്ടും വ്യത്യാസമാണ്. ഒന്നേതാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. മറ്റേതാ? കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? പ്രോഫിറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഇവിടെ ഒരു ഇമാജിനറി എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സെയിൽസ് കണ്ടെത്തിക്കോളും. ഓക്കെ അല്ലേ? ഒപ്പം തന്നെ മറക്കാതെ ഓർക്കേണ്ട ഒരു ഇക്വേഷനാണ് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ഉള്ള ഇക്വേഷൻ. ഏതാ ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് അൺസോൾഡ്. അൺസോൾഡ് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.